വെൽക്കം ടു ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്നത് ഉന്നക്കായ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതുപോലെ തന്നെ പുതുതായി കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഉന്നക്കായ തയ്യാറാക്കാനായി അധികം പഴുക്കാത്ത 2 നേന്ത്രപ്പഴം എടുക്കാം. ഇതൊന്ന് 2ആയി കട്ട് ചെയ്ത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. രണ്ട് നേന്ത്രപ്പഴം കൊണ്ട് 6 ഉന്നക്കായ തയ്യാറാക്കാൻ പറ്റും. പഴം വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, ഞാനിവിടെ കാഷ്യൂ നട്ടും ബദാമും ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി 1 കപ്പ് തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ഡേറ്റ്സ് ചെറുതായി കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് റോസ്റ്റ് ചെയ്യണമെന്നില്ല, ഒരു 2 മിനിറ്റ് വരെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഉടച്ചതിന് ശേഷം ഈക്വൽ ഉരുളകളായി മാറ്റി വയ്ക്കാം. അതിനുശേഷം കയ്യിലേക്ക് ഇത്തിരി നെയ്യൊന്ന് ആക്കിയതിന് ശേഷം ഒന്ന് നമുക്കിത് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് 1 സ്പൂൺ ഇട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. 6 എണ്ണത്തിൽ ഞാൻ ഇതുപോലെ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 തവണയായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇത് നന്നായി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ മാത്രം ഫ്രൈ ചെയ്താൽ മതി. ഒരു സൈഡ് ഫ്രൈ ആയി വന്നാൽ മറിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ. എന്നാലേ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ.